What is up guys? You are already watching Cinema is Life. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ടൊവിനോ തോമസ് സ്റ്റാറിംഗ് പുതിയ മലയാളം ഫിലിം നരിവെട്ട്. ഈ മൂവിയുടെ ജോണർ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സോഷ്യൽ ഡ്രാമ കം ത്രില്ലർ എന്ന് പറയാം. ഈ മൂവിയുടെ സ്റ്റോറി പണ്ട് കേരളത്തിൽ നടന്നിരുന്ന ഒരു സംഭവത്തിനെ കുറിച്ചാണ്. വേർ പോലീസ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടി വേഴ്സസ് ട്രൈബൽസ്. ലാൻഡിന് വേണ്ടി പീസ്ഫുള്ളി പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രൈബൽസിനെ എങ്ങനെ ഈ റൂളിംഗ് പാർട്ടിയും പോലീസും കൂടെ കോൺസ്പിറസിയൊക്കെ ഉണ്ടാക്കി ഇവരെ അറ്റാക്ക് ചെയ്ത് ചിലവരെ കൊന്ന് ഇവരുടെ ലീഡേഴ്സിനെ ഒക്കെ ജയിലിലിട്ട്. സോ ഈ സംഭവം നടന്നത് എങ്ങനെയാണ്, വാട്ട് വർ ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്, ആൻഡ് ദെൻ ഈ സംഭവം നടന്ന് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്, ഇതൊക്കെയാണ് ഈ മൂവി നമ്മളെ കാണിക്കുന്നത്. ഈ മൂവി സൈഡ് എടുത്തേക്കുന്നത് ട്രൈബൽസിൻ്റെ സൈഡാണ്. അപ്പോൾ ഇവർ കാണിച്ചേക്കുന്നത് എങ്ങനെ പോലീസ് ആൻഡ് റൂളിംഗ് പാർട്ടി കോൺസ്പിറസിയൊക്കെ ഉണ്ടാക്കി ഇവരെ അറ്റാക്ക് ചെയ്ത് അവരുടെ ലാഭത്തിനും ഗെയിനിനും വേണ്ടി. ഇനിയും പടത്തിൻ്റെ റിവ്യൂയിലേക്ക്. ഫോർ മീ പേഴ്സണലി നരിവെട്ട് വാസ് എ വെരി ആവറേജ് അഫെയർ. എന്താണെന്ന് വെച്ചാൽ രണ്ട് മെയിൻ റീസൺസ് ഉണ്ട്. വൺ, വീക്ക് റൈറ്റിംഗ് പോരായിരുന്നു. പിന്നെ ടു, ഭയങ്കര ലാഗ് അടിക്കുന്ന സ്ക്രീൻ പ്ലേ. എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. റൈറ്റിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ പോയിന്റ് നമ്പർ 1, ടൊവിനോ തോമസ് നായകൻ്റെ ക്യാരക്ടർ വർഗീസ് എന്ന് പറയുന്ന കോൺസ്റ്റബിളിൻ്റെ റോളാണ് ടൊവിനോ പ്ലേ ചെയ്തേക്കുന്നത്. അപ്പം പുള്ളി പോലീസിൻ്റെ വേഷം ഇടുമ്പോഴും രണ്ട് ടോട്ടലി ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസാണ്. ഒരു ലിങ്കോ കണക്ഷനോ എനിക്ക് ഫീൽ ചെയ്തില്ല. പോലീസിൻ്റെ വേഷം ഇടാത്തപ്പം പുള്ളി ഒരു ജനറൽ നോർമൽ ചെറുപ്പക്കാരനാണ്. വീട്ടിലെ പ്രശ്നങ്ങളും ജോലി കിട്ടാത്ത പ്രശ്നങ്ങളും ലവ് ലൈഫ് റിലേറ്റഡ് പ്രശ്നങ്ങളും ഇതെല്ലാം നേരിട്ടുകൊണ്ടിരുന്ന് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ പോലീസിൻ്റെ വേഷം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പുള്ളി അങ്ങ് ഒരു എന്താ പറയുക, ഒരു ഇമ്മച്യോർ ക്യാരക്ടറായിട്ട് അങ്ങ് മാറും. ഒരു ക്രൈ ബേബി, ഒരു ഇമ്മച്യോർ ടൈപ്പ് ഒരു ക്യാരക്ടറായിട്ട് അങ്ങ് മാറും. ചിന്തിക്കത്തുമില്ല, ഒന്നുമില്ല, കോൺസിക്വൻസസ് എന്താണെന്നൊന്നും ചിന്തിക്കത്തില്ല. ആരെയും അങ്ങ് കണ്ടാലും അങ്ങ് തല്ലുവാണ്. ഒരു വല്ലാത്തൊരു ക്യാരക്ടറായി മാറും. പ്ലസ് ടൊവിനോയുടെ ആ ഓവറോൾ പേഴ്സണാലിറ്റി ഈ ക്യാരക്ടറിനെ സൂട്ട് ചെയ്തില്ല. ഒരു നിഷ്കളങ്കമായ ഒരു പോലീസ് കോൺസ്റ്റബിളാണ് ഈ ക്യാരക്ടർ. പക്ഷേ ടൊവിനോ നമുക്കറിയാമല്ലോ, ഭയങ്കര ഒരു വെൽ ബിൽറ്റ് മസ്ക്യുലർ ആളാണ്. പുള്ളി ഈ പോലീസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കോൺസ്റ്റബിൾ ആണെങ്കിലും ആ ഭയങ്കര ഈ വീർത്ത ചെസ്റ്റും പുള്ളിയുടെ ആ ബൈസെപ്സും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇവൻ്റെ പോലീസ് ടീമിലുള്ള IPS ഓഫീസേഴ്സിനെ വരെ ഇൻ ടേംസ് ഓഫ് ഓറ ടൊവിനോ ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ആ നിഷ്കളങ്കമായ ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ ക്യാരക്ടറുമായിട്ട് ടൊവിനോ ബ്ലെൻഡ് ആയില്ല. ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഐ ഫീൽ ദാറ്റ് വാസ് എ ബിഗ് മിസ്കാസ്റ്റ്. പിന്നെ ഈവൻ ദോ പുള്ളി പോലീസിലാണെങ്കിലും പുള്ളി ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ട്രൈബൽസിൻ്റെ സൈഡാണ് പുള്ളി ഫൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പം എന്താ ആ റീസൺ, ആ ട്രാൻസ്ഫോർമേഷൻ വരാൻ? അതൊക്കെ വളരെ ഇമ്മച്യോർ ആയിട്ടാണ് തോന്നിയത്. ഈ ആദിവാസികളുടെ പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒന്നും കണ്ടല്ല ഇയാൾ അവരുടെ സൈഡ് എടുത്ത് അവരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ പേഴ്സണലി നടന്ന ഒരു സംഭവം ഈ മൂവിക്കകത്ത് കാണുന്നുണ്ട്, ഒരു മേജർ സംഭവം നടക്കുന്നുണ്ട്. അത് കാരണം പുള്ളി ഇവരുടെ സൈഡിലോട്ടങ്ങ് മാറുവാണ്. സോ ഓൾ ഓഫ് ദാറ്റ് ഫെൽറ്റ് വെരി ഇമ്മച്യോർ. അതാണ് ഞാൻ പറയുന്നത്. ഓവറോൾ പുള്ളി ആ ക്യാരക്ടറിൻ്റെ പേഴ്സണാലിറ്റി, മിസ്കാസ്റ്റ്, പിന്നെ ഈ റീസണിങ്, ഇതെല്ലാം കാരണം ഈ ഫുൾ ഓവറോൾ പടം ഒരു വെരി അണ്ടർ റിട്ടൺ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. റൈറ്റിംഗ് റിലേറ്റഡ് രണ്ടാമത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് ആൻഡ് ഓൾസോ വില്ലൻ റിലേറ്റഡ് ആസ്പെക്റ്റുകൾ ഇതെല്ലാം ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരു 10-15 മിനിറ്റ് പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ലാസ്റ്റിൽ എന്തോ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് സംഭവിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു ത്രില്ലോ ഒന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇഫ് യു ലുക്ക് അറ്റ് ദ ഫിലിം പട, അതും റിയൽ ലൈഫ് ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസ്ഡ് ഒരു മൂവിയാണ്. ആ റിയൽ ലൈഫ് സംഭവം എനിക്ക് എന്തുവാന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഈ റിയൽ ലൈഫ് സംഭവം എനിക്ക് എന്തുവാന്നൊന്നും അറിയത്തില്ല. സോ ബോത്ത് മൂവീസ് ആർ ഫ്രഷ് ഫോർ മീ. പക്ഷേ ഞാൻ പട കണ്ടുകൊണ്ടിരുന്നപ്പം അടുത്ത എന്താണ് സംഭവിക്കാൻ പോകുന്നതിന് എനിക്കൊന്നും അറിയത്തില്ല. ഐ എം വെരി ഈഗർ ടു നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. പക്ഷേ ഈ പടത്തിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, സ്റ്റോറി ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. വില്ലൻ റിലേറ്റഡ് ക്യാരക്ടേഴ്സ്, അത് വില്ലൻ്റെ ക്യാരക്ടർ ആയാലും പിന്നെ ഓവറോൾ നെഗറ്റീവായിട്ട് കാണിച്ചേക്കുന്ന ക്യാരക്ടേഴ്സും എല്ലാം ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. അവരുടെ 1-2 ലൈൻസ് കേട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് മനസ്സിലാവും ഇവർ ലാസ്റ്റിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ബിക്കോസ് ഓഫ് വിച്ച് ആ ഓവറോൾ ത്രിൽ, ഇതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലറാണ്. അപ്പോൾ ആ ത്രില്ല് കിട്ടുന്ന മൂവിയുടെ സീക്വൻസസിൽ എനിക്ക് ത്രില്ല് സ്പെസിഫിക്കലി പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല. നൗ ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഇഷ്യൂ വിത്ത് ദിസ് ഫിലിം, ഭയങ്കര ലാഗ് അടിക്കുന്ന സ്ക്രീൻ പ്ലേ ആണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറായി. ഞാൻ ഫസ്റ്റ് ഹാഫിൽ 1 മണിക്കൂർ മൊത്തം ടൊവിനോയുടെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണ്. പുള്ളി എന്തിനാ പോലീസിൽ ചേർന്നത്, വാട്ട് വർ ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. അപ്പം പുള്ളിയുടെ ഫാമിലി റിലേറ്റഡ് ആസ്പെക്ട്സും പുള്ളിക്ക് ജോലി കിട്ടുന്നോ ഇല്ലയോ അതിൻ്റെ ആസ്പെക്ട്സും പിന്നെ പുള്ളിയുടെ ലവ് ലൈഫ് റിലേറ്റഡ് ആസ്പെക്ട്സും ഇതെല്ലാം 1 മണിക്കൂർ നീട്ടി ഇവരും കാണിച്ച് ഭയങ്കര ബോറായിരുന്നു. ദിസ് ഷുഡ് ഹാവ് ബീൻ എ വെരി ക്രിസ്പ് സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലർ. പക്ഷേ ഇതിൻ്റെ പുള്ളിയുടെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ തന്നെ 1 മണിക്കൂർ എടുത്ത് ഇത് എന്തോ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്യുന്ന ഒരു യൂത്ത് റിലേറ്റഡ് പ്രോബ്ലം കാണിക്കുന്ന മൂവിയാണോ അതോ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലർ ആസ്പെക്ട്സ് കാണിക്കുന്ന മൂവിയാണോ എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. ഫസ്റ്റ് ഹാഫ് ഒരു വേറെ സംഭവം, സെക്കൻഡ് ഹാഫ് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് സംഭവം. അപ്പോൾ അത് കാരണം എന്താ പറയുന്നത്, എനിക്കൊരു ത്രില്ലർ തരേണ്ട ആ ത്രില്ല് എനിക്ക് കിട്ടിയില്ല. സോ ഓവറോൾ പടത്തിൻ്റെ ലാഗ് അടിക്കുന്ന ഫസ്റ്റ് ഹാഫ്, പിന്നെ പടത്തിൻ്റെ പ്രഡിക്റ്റബിളായ സെക്കൻഡ് ഹാഫ്, എസ്പെഷ്യലി ക്ലൈമാക്സ്, പിന്നെ അണ്ടർ റിട്ടൺ ക്യാരക്ടേഴ്സ്, അത് ലീഡ് ആക്ടർ ആയാലും ഒരു പൊട്ട വില്ലൻ ആയാലും, ഓവറോൾ ഈ ഫാക്ടേഴ്സ് കാരണം ദിസ് ഹോൾ ഫിലിം വാസ് എ വെരി അണ്ടർവെൽമിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. ഈ പടം തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ? പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഇത് തിയേറ്ററിൽ കാണേണ്ട സംഭവമൊന്നുമല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ട സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് OTT വരുമ്പോൾ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. So guys, that was my review of the film Narivettu. I will be back with another video, another review. Till then, take care. Goodbye.